ഏതായാലും ഇപ്പോൾ കേരള ധനമന്ത്രി ഇപ്പോൾ കേരളത്തിലെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും എത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ഒരു ഫുൾ ബജറ്റിലേക്ക് കൂടിയാണ് അദ്ദേഹം കടന്നിരിക്കുന്നത്. ധാരാളം പ്രഖ്യാപനങ്ങൾ അടക്കമുള്ള മേഖലകളെ സ്പർശിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ കേരള ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള പല അപ്ഡേറ്റ്സും എത്തിയിട്ടുണ്ട്. ഏതായാലും അതിനോടൊപ്പം തന്നെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ RBIയുടെ MPC യോഗം കൂടി ആരംഭിക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും അധികം നിക്ഷേപകർ ഉറ്റുനോക്കുന്ന ബജറ്റിന് ശേഷം ഉറ്റുനോക്കുന്ന ഒരു ഇവന്റ് കൂടിയാണ് RBIയുടെ MPC യോഗ തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. ഏതായാലും ഇന്നത്തെ ഒരു മൈഫൻ TVയുടെ RBI പൾസിലേക്ക് കൂടി കടക്കുകയാണ്. വെൽക്കം ബാക്ക് ടു RBI പൾസ്. ഏതായാലും RBI പൾസിൽ ഇന്ന് പ്രധാനമായിട്ടും MPC യോഗ തീരുമാനങ്ങൾ തന്നെയാണ് നടക്കാനിരിക്കുന്നത്. തീർച്ചയായിട്ടും വിപണിയെ സംബന്ധിച്ചിട്ടും RBIയെ സംബന്ധിച്ചിട്ടും ധാരാളം പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്ന ഒരു സമയത്ത് വളരെ ഒരു RBIയുടെ നിരീക്ഷണം എന്തായിരിക്കും എന്നത് തന്നെയാണ് വിപണി ഉറ്റുനോക്കിയിരിക്കുന്നത്. മാത്രമല്ല RBIയുടെ തലപ്പത്ത് സഞ്ജയ് മൽഹോത്ര ഗവർണറായിട്ട് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ആ ഒരു ഗവർണർ പദവിയിലേക്ക് എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ MPC യോഗ തീരുമാനങ്ങളാണ്. ഒരുപക്ഷെ ശക്തികാന്ത ദാസിൽ നിന്ന് ആ ഒരു തീരുമാനങ്ങളിൽ നിന്നും എന്ത് നടപടി എത്രമാത്രം വ്യതിയാനമായിരിക്കും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാവുക എന്നത് തന്നെയാണ് വിപണി ഉറ്റുനോക്കുന്നത്. പൊതുവെ ശക്തികാന്ത ദാസ് പരിശോധിക്കുക, അദ്ദേഹത്തിൻ്റെ ഒരു ടെന്യൂർ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പണപ്പെരുപ്പത്തിന് വളരെയധികം കോൺസെൻട്രേഷൻ നൽകുകയും വളരെയധികം പിടിച്ചു മുറുക്കിയിട്ടുള്ള അധികം ഹോക്കിഷ് ആയിട്ടൊരു സ്റ്റാൻസും അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ഇത്തവണ എത്തുമ്പോഴേക്കും അത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികൾ നിലവിലത്തെ പുതിയ ഗവർണറുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന ആശങ്കകൾ തന്നെയാണ്. ഡിസംബർ ക്വാർട്ടർ പരിശോധിക്കുമ്പോഴേക്കും GDP അനുമാനത്തിലധികം ഒരു വെട്ടിച്ചുരുക്കൽ RBIയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു ബജറ്റിലേക്ക് പരിശോധിക്കുകയാണ് എന്നുള്ള കഴിഞ്ഞ ഒരു വീക്കിൽ അവതരിപ്പിച്ച ബജറ്റിലേക്ക് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിലും അർബൻ കൺസംഷനിലടക്കം കൺസംഷൻ ഉണ്ടായാലും ഡിമാൻഡ് സൈഡിൽ വലിയ തോതിലൊരു കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതിനൊരു പ്രധാന കാരണമായിട്ട് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അർബൻ മിഡിൽ ക്ലാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കൺസംഷൻ ഡിമാൻഡിലെ കുറവ് തന്നെയാണ്. അതിന് കാരണമായിട്ടൊരു പ്രൈം റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള RBIയുടെ നടപടികൾ തന്നെയാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കെ എങ്ങനെയായിരിക്കും RBIയുടെ പുതിയ ഗവർണർ ഇത്തരത്തിലുള്ള ഈ ഒരു ആരോപണങ്ങളെ നേരിടുക, എന്ത് തീരുമാനങ്ങളായിരിക്കും എടുക്കുക എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ഒരു വീക്കിലെ അല്ലെങ്കിൽ കഴിഞ്ഞൊരു ഡിസംബർ മാസത്തിലെ പ്രധാനപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്ന് പരിശോധിച്ച് നോക്കാം. പോളിസി റേറ്റിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ വരുത്താൻ RBI തയ്യാറായിട്ടുണ്ടായിരുന്നു. ഡിസംബറിൽ നടന്ന യോഗത്തിൽ 6.5% തന്നെയാണ് റിപ്പോ റേറ്റ് നിലനിർത്തിയിരുന്നത്. ഒപ്പം തന്നെ സ്റ്റാൻഡിംഗ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റിലേക്ക് വരികയാണെങ്കിൽ 6.25% തന്നെ നിലനിർത്തിയിരുന്നു. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ആണെങ്കിലും 6.75% നിലനിർത്തിയിരുന്നത്. പക്ഷേ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് CRRൽ അതായത് ക്യാഷ് റിസർവ് റേഷ്യോയിൽ 25 ബേസിസ് പോയിന്റ്സിൻ്റെ ഒരു കുറവായിരുന്നു വരുത്തിയിരുന്നത്. തീർച്ചയായിട്ടും വലിയ തോതിൽ ബൂസ്റ്റിംഗ് അതുവഴി ഇന്ത്യൻ ബാങ്കിംഗ് വ്യവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി മുന്നോട്ടേക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു ലിക്വിഡിറ്റിയിലുണ്ടായ വർധന, റിപ്പോ റേറ്റിലടക്കം കുറവ് വരുത്തുകയാണോ അതോ മറ്റ് ഓപ്ഷൻസ് വഴി, ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് അതുപോലത്തെ ഓപ്ഷൻസ് വഴിയാണോ ലിക്വിഡിറ്റി ഉറപ്പാക്കുക എന്നത് തന്നെയാണ് ഈ ഒരു RBI മീറ്റിംഗിൽ പ്രധാനമായിട്ടും ശ്രദ്ധാകേന്ദ്രമാകുന്നത്. ഏതായാലും നിലവിലത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഭൂരിഭാഗം അനലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ 25 ബേസിസ് പോയിന്റ്സ് വരെ ഒരു റേറ്റ് കട്ടിനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നുണ്ട്. ഒന്നുകിൽ ഒരു റേറ്റ് കട്ട് അല്ലെങ്കിൽ കൂടുതൽ ലിക്വിഡിറ്റി കൊണ്ടുവരാനുള്ളൊരു നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ RBIയുടെ മീറ്റിംഗ് പ്രസ് മീറ്റ് ആരംഭിച്ചിരിക്കുകയാണ്. ആ മീറ്റിംഗിലേക്ക് പോകാം. പ്രതീക്ഷിച്ചതുപോലെ തന്നെ 25 ബേസിസ് പോയിന്റ്സിലൊരു കട്ട്, അതായത് റിപ്പോ റേറ്റിലൊരു കട്ട് വരുത്താൻ അദ്ദേഹം RBI തയ്യാറായിരിക്കുകയാണ്. പക്ഷേ ഇതിൽ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴേക്കും അത്തരത്തിലൊരു റേറ്റ് കട്ട് വന്നിരുന്നു എങ്കിൽ അല്ലെങ്കിൽ കൊണ്ടുവന്നു എങ്കിൽ പോലും സ്റ്റാൻസിൽ മാറ്റം വരുത്താൻ RBI തയ്യാറായിട്ടില്ല. ന്യൂട്രൽ സ്റ്റാൻസിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. റേറ്റ് കട്ട് കൊണ്ടുവന്നിട്ടു എങ്കിൽ പോലും പണപ്പെരുപ്പത്തെ സംബന്ധിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് സ്റ്റാൻസിൽ മാറ്റം വരുത്താത്തത് വഴി RBI ഇപ്പോൾ നിക്ഷേപകർക്കും വിപണിക്കും നൽകിയിരിക്കുന്നത്. ഇനി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സെ കൂടി വളരെ പെട്ടെന്ന് പരിശോധിച്ച് നോക്കാം. പ്രധാനമായിട്ടും 25 ബേസിസ് പോയിന്റ്സിൻ്റെ ഒരു റേറ്റ് കട്ട് വരുത്താനാണ് അദ്ദേഹം തയ്യാറായിരിക്കുന്നത്. 6.5% ഇതിന് മുൻപത്തെ ഡിസംബർ വരെയുള്ള ഇന്ത്യയുടെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്, RBIയുടെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് അത് 6.25% കുറച്ചിരിക്കുന്നു. ഒപ്പം സ്റ്റാൻഡിംഗ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ 6.25% കുറച്ചിരിക്കുന്നത്. അതിനോട് 6% കുറച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ MSFലേക്ക് എത്തുകയാണ്
എന്നുണ്ടെങ്കിൽ 6.75% നിന്നും 6.5%ആക്കിയും കുറയ്ക്കാനുള്ളൊരു നടപടി RBIയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ടുന്ന അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത് നിലവിൽ റൂറൽ മേഖലയിൽ ഒരു ഡിമാൻഡിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കൺസംഷൻ റിക്കവറി ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അർബൻ മേഖല പ്രത്യേകിച്ച് അർബൻ മിഡിൽ ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും കൺസംഷൻ അഥവാ ഉപഭോഗത്തിൽ ഒരു പക്ഷേ നേരിയ തോതിലൊരു അല്ലെങ്കിൽ ഒരു മ്യൂട്ടഡ് ആയിട്ടൊരു പെർഫോമൻസ് മാത്രമാണ് അർബൻ മേഖലയിൽ നിന്നുള്ള കൺസംഷൻ അല്ലെങ്കിൽ ഉപഭോഗത്തിൽ ഉണ്ടാകുന്നത് എന്നൊരു നിരീക്ഷണം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ഒരു വീക്കിൽ അവതരിപ്പിച്ച ബജറ്റിൽ എടുത്തിരിക്കുന്ന നടപടികൾ, അതായത് ഡിസ്പോസിബിൾ ഇൻകം അടക്കം വർദ്ധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഉയരുമെന്നും അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അർബൻ മേഖലയിൽ കൺസംഷനും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ CPI കണക്കുകളുമായി ബന്ധപ്പെട്ട ചില എസ്റ്റിമേഷൻസിലും അദ്ദേഹം ചില മാറ്റങ്ങൾ വരുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിലവിലെ 2024-25 ഘട്ടത്തിൽ നിലവിലത്തെ ഒരു സാമ്പത്തിക വർഷത്തിൽ 4.8% തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നാലാം പാദത്തിലേക്ക് മാർച്ച് പാദത്തിലേക്ക് എത്തിയപ്പോഴേക്കും 4.5% ഡിസംബറിലെ എസ്റ്റിമേറ്റിൽ നിന്നും 4.4% കുറയ്ക്കാനായിട്ട് അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. ഒപ്പം തന്നെ FY26 4.2% ഇപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് CPI എന്ന് പറയുന്നത്. Q1 ജൂൺ ആദ്യ പാദത്തിലേക്ക് 2026 സാമ്പത്തിക വർഷത്തിൽ ആദ്യ പാദത്തിലേക്ക് എത്തുമ്പോഴേക്കും 4.5% ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. രണ്ടാം പാദത്തിൽ 4%, മൂന്നാം പാദത്തിൽ 3.8%, നാലാം പാദത്തിൽ 4.2%മാണ് CPI പ്രതീക്ഷിക്കുന്ന വളർച്ച. GDPയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ 6.7%ആക്കിയാണ് ഇപ്പോൾ അടുത്തൊരു സാമ്പത്തിക വർഷത്തിൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്.